Hi, welcome back. It's me from Tanzira Ritseju. Today I would like to discuss a problem based on cash flow statement. Cash flow statement last year problem would discuss ചെയ്തിട്ട് നമുക്ക് ഈ മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യാം. ടുമാറോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് ഫോർത്ത് മൊഡ്യൂളായ മാർജിനൽ കോസ്റ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പ്രാവശ്യത്തെ 6th സെമിസ്റ്റർ ബികോം ബികോം മാത്രമല്ല 6th സെമിസ്റ്ററിൻ്റെ എല്ലാ ഡിഗ്രീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ഇതുവരെ എഴുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. കാരണം ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തരം ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മാത്രം പഠിച്ചതാണെങ്കിൽ നിങ്ങളെ ഓവറോൾ മാർക്കിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് മുമ്പൊക്കെ നമ്മൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 എഴുതണം, 5 ക്വസ്റ്റ്യൻ 4 എഴുതണം. അതുപോലെ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ 6 എഴുതണം, 8 ക്വസ്റ്റ്യൻ 6 എഴുതണം. അതുപോലെ എസ്എ ക്വസ്റ്റ്യൻ നമ്മൾ 3 2 എഴുതണം. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, 4 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി ഈ 6th സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ ആ രീതിയിലല്ല, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദെൻ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്രയാണോ അവർ നമ്പർ പറഞ്ഞത് അത്രയും നമ്പർ സെലക്ട് ചെയ്ത് എഴുതാം. അപ്പോൾ ചോയ്സ് ഒരുപാടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതാണ് 6th സെമ്മിൻ്റെ കോവിഡൊക്കെ പരിഗണിച്ചു കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ രീതിയിലായിരിക്കും എന്ന് ഒരു പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു ലാഘവത്തോടെ കാണണ്ട, എന്നിരുന്നാലും നമുക്ക് മിനിമം പാസ് മാർക്ക് വേണമല്ലോ. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാൻ പോകും. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ യൂസേഴ്സ് എന്താണെന്നും ഒബ്ജക്റ്റീവ് എന്താണെന്നും എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ മൊഡ്യൂൾ മുമ്പത്തെ പ്രീവിയസ് ക്ലാസ്സൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യാം. ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെയും കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ് നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. XYZ ലിമിറ്റിൻ്റെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ്. 2020, 2021 2 ഇയേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ദി ഫോളോയിങ് ആർ ദ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഓഫ് XYZ ലിമിറ്റഡ് as at 31st March 2020 and 21. അതിൽ ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 3,70,000, 3,50,000. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഉണ്ട് 52,800, 50,400. ദെൻ 9% ഡിബെഞ്ചേഴ്സ് 30,000, 60,000 ഉണ്ട്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 59,200 ഉണ്ട്. അതുപോലെ 51,600 ഉണ്ട്. ലയബിലിറ്റി സൈഡ് ടോട്ടൽ 5,12,000. 2 ഇയറിലും സെയിം ടോട്ടലാണ് വരുന്നത്. ദെൻ കമ്മിങ് ടു ദ അസറ്റ് സൈഡ്, അസറ്റ് സൈഡിൽ ലാൻഡ് 1,50,000, 1,00,000 ഉണ്ട്. ദെൻ ഗുഡ് വിൽ 25,000, 50,000. സ്റ്റോക്ക് 2,13,500 ഉണ്ട്, 2,46,000 ഉണ്ട്. ഡെറ്റേഴ്സ് 84,500 ഉണ്ട്, 71,000 ഉണ്ട്. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ക്യാഷ് ആൻഡ് ബാങ്കും ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്ക് 35,000, 42,000 ഉണ്ട്. ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് 44,000, 3,000 ഉണ്ട്. അപ്പോൾ ടോട്ടൽ അസറ്റിൻ്റെ ടോട്ടൽ ലയബിലിറ്റിക്ക് മാച്ച് ആകുന്നുണ്ട് 5,12,000. പിന്നെ അതുകൂടാണ്ട് അതിൻ്റെ അതർ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 17,500 ഡിവിഡൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഡിവിഡൻഡ് നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഡിവിഡൻഡ് പെയ്ഡ് ലെസ് ചെയ്യണം, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യണം. അപ്പോൾ ഈ ടാക്സിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഡിവിഡൻഡ് മാത്രം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാൻഡ് വാസ് റീവാല്യൂഡ് ഡ്യൂറിങ് ദ ഇയർ അറ്റ് 1,50,000 ആൻഡ് ദ പ്രോഫിറ്റ് ഓൺ റീവാല്യൂഷൻ ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ലാൻഡിൻ്റെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2020 ലാൻഡിൻ്റെ വാല്യൂ 1,00,000 ആണ്. 2021 ആകുമ്പം ദർ മേ ബി ആൻ അപ്രീസിയേഷൻ 50,000 എക്സസ് വന്നിട്ടുണ്ട്. ഈ എക്സസ് വന്ന 50,000 അതിൻ്റെ പ്രോഫിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ഓൺ റീവാല്യൂഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2021. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കണ്ടപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ പോലെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനെ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോളംസ് വരക്കുമ്പം 3 കോളം വേണം. ഹെഡിങ് CFS അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2021. അപ്പോൾ ആദ്യം നമുക്ക് 3 തരത്തിലുള്ള ക്യാഷ് ഫ്ലോസ് ഉണ്ട്. ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആദ്യം ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ
ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എവിടെ നിന്നാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാവുക? ലാബിലിറ്റി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2020 60,000 രൂപയുണ്ട്, 2021 30,000 രൂപയുണ്ട്. സോറി, എമൗണ്ട് മാറിപ്പോയി വായിച്ചത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2020 50,400 ഉണ്ട്, 2021 52,800 ഉണ്ട്. അതായത് 2020 നമുക്ക് 50,400 രൂപയായിരുന്നു പ്രോഫിറ്റ് ഉണ്ടായത്. 2021 ആകുമ്പോഴത്തേനും അത് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കൂടി 52,800 അപ്പോൾ ആ ചേഞ്ച് ഇൻ ഇൻക്രീസ് ഉണ്ടല്ലോ, അതായത് 50,400 52,800 എത്തിയത് 2,400 ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡിഫറൻസിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഓഡിയോ കേൾക്കാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുമാണ്. എന്നിരുന്നാലും ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാം. നെറ്റ് ഇൻക്രീസ് ഇൻ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ 50,400 52,800 തമ്മിൽ ഡിഫറൻസ് 2,400 രൂപ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനോടുകൂടി നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ ടാക്സ് ഉണ്ടെങ്കിൽ ആ ടാക്സും നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ബിഫോർ ടാക്സ് ഡിവിഡൻഡ് ഡിക്ലെയർ ആൻഡ് പെയ്ഡ് 17,500 രൂപയുണ്ട്. അത് അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട്. അത് 2,400 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 19,900. അപ്പോൾ ഈ 19,900 എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിനോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സ്റ്റെപ്പ് ആ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. നമ്മൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഷോർട്ടിലാണെങ്കിൽ നെറ്റ് ഡിക്രീസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും, കൂടുതലാണെങ്കിൽ നെറ്റ് ഇൻക്രീസ് എന്ന് പറയും. ദെൻ അതിനോടുകൂടി ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയി. ദെൻ അതിനോടുകൂടി നമ്മൾക്ക് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തതിനാൽ നമുക്ക് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ദെൻ അതിനോടുകൂടി നമ്മൾ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ. ദെൻ അതിൽ നിന്നും നമ്മൾ ഈ പറയുന്ന ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. കഴിഞ്ഞ സെയിം ക്വസ്റ്റ്യനിലും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനിലും ഇതുപോലെ ഡിസ്കഷൻ തന്നിരുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു 50,000 എമൗണ്ട് ഉണ്ട്. അത് നമ്മൾ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്, ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് 50,000. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാൻഡിൻ്റെ 2020 ലാൻഡ് 1,00,000 ആയിരുന്നു. പിന്നീട് അത് 2021 ആകുമ്പോഴത്തേനും 1,50,000 അപ്പോൾ 50,000 ഡിഫറൻസ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ആണ്. അത് നമ്മൾ എടുക്കുക. നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ്. ദെൻ പിന്നെ പറയുന്നത് ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. ഗുഡ് വില്ല് നമ്മൾക്ക് 2020 50,000 രൂപയാണ് ഗുഡ് വിൽ ഉണ്ടായത്. 2021 ആകുമ്പോഴത്തേനും ഗുഡ് വിൽ 25,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25,000 രൂപ റൈറ്റ് ഓഫ് ചെയ്തതാണ്. 25,000 അവിടെ എടുക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം എന്ന ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ -50,000 പോസിറ്റീവ് 25,000. അപ്പോൾ -50,000 പോസിറ്റീവ് 25,000 അതിൻ്റെ ഡിഫറൻസ് -25,000 വരും. ഈ -25,000 പോസിറ്റീവ് 19,900 എന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് 5,100. ഈ 5,100 നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് മനസ്സിലായത് നമുക്കറിയില്ല. 19,900 കൂടി നമ്മൾ എന്ത് ചെയ്യണം? 50,000 നമ്മളെ നെഗറ്റീവ് ഫിഗറാണ് ഇവിടെ കൂടുതൽ. നെഗറ്റീവ് 50,000 നിന്ന് പോസിറ്റീവ് 19,900 പ്ലസ് 25,000 കൂട്ടിയ എമൗണ്ട് നമ്മൾ കുറക്കുമ്പോൾ ബാക്കി വരുന്ന ഡിഫറൻസ് വലുതിന് ചെറുതോളിച്ച് വലുതിൻ്റെ സിമ്പിൾ ഇടുക എന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് 5,100 നെഗറ്റീവാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ചെയ്യുന്നതിന് മുമ്പിലേ ഉള്ള പ്രോഫിറ്റാണിത്. അപ്പോൾ ഇതിനോടുകൂടിയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റീസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഇവിടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, അസറ്റ് സൈഡിൽ നോക്കുക, കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസിൻ്റെ ആദ്യത്തെ സെക്ഷൻ കറണ്ട് ലയബിലിറ്റിയാണ്. ട്രേഡ് ക്രെഡിറ്റേഴ്സ്, അതായത് ഫസ്റ്റ് ഇയർ
2020 51,600 ഉണ്ട്. 2021 ആകുമ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടി 59,900 ആയി. അപ്പോൾ ദർ മേ ബി എൻ ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം 7,600. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റി ഒന്നും ഇവിടെ ഇല്ല. പിന്നെ അസറ്റ് സൈഡിലേക്കാണ് ക്വസ്റ്റ്യൻ പോകുന്നത്. അസറ്റ് സൈഡിൽ ഫസ്റ്റ് തുടങ്ങുന്നത് ലാൻഡ്, കറണ്ട് അസറ്റിൽ വരില്ല, ഗുഡ് വില്ലും വരില്ല, പിന്നെ വരുന്നത് സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ 2020 എമൗണ്ട് 2,46,000 ആണ്. 2021 ആകുമ്പോഴത്തേക്കും സ്റ്റോക്ക് കുറഞ്ഞു. 2,46,000 സ്റ്റോക്ക് 2,13,500 രൂപയായി സ്റ്റോക്ക് കുറഞ്ഞു. അപ്പോൾ ഡിക്രീസ് ഇൻ സ്റ്റോക്ക് അതിൻ്റെ ഡിഫറൻസ് 2,46,000 2,13,500 മൈനസ് ചെയ്താലുള്ള ഡിഫറൻസ് 32,500. അതും നമ്മൾ ഇതിനോടുകൂടി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെയ്തു. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത് ഡെറ്റേഴ്സാണ്. ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് നോക്കാം. സ്റ്റാർട്ടിങ് ഇയർ 2020 ഡെറ്റേഴ്സ് 71,000 ഉണ്ടായിരുന്നു. 2021 ആകുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടി 84,500 ആയി. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ആ ഡിഫറൻസ് ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് 71,000 ഉള്ളത് 84,500 ആയിട്ട് കൂടിയിട്ടുണ്ട്. 13,500 രൂപ ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് നമ്മളിവിടെ എടുക്കണം. അപ്പോൾ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് അസറ്റിൻ്റെ കറണ്ട് ലയബിലിറ്റീസിന് മൊത്തത്തിലുള്ള വാല്യൂ നോക്കാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ 13,500, അതുപോലെ തൊട്ട് മുമ്പേയുള്ള ഡിക്രീസ് ഇൻ സ്റ്റോക്കും അതുപോലെ കറണ്ട് ലയബിലിറ്റി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിലെ ഫിഗറെല്ലാം നെഗറ്റീവ് ഫിഗറാണ്. അപ്പോൾ ബ്രാക്കറ്റിലെ ഫിഗറെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി വെക്കുക. ദെൻ ബ്രാക്കറ്റ് ഇല്ലാത്ത ഫിഗർ നോക്കുക. ദെൻ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് 21,500 ആണ്. അതാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിൽ നിന്നാണ് നമ്മൾ ടാക്സ് കുറക്കേണ്ടത്. അപ്പോൾ ടാക്സ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാക്സിൻ്റെ എമൗണ്ടിൽ നിന്ന് കുറച്ചാൽ ബാക്കി കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ ടാക്സ് പറയാത്തത് കൊണ്ട് ആ 21,500 തന്നെയാണ് നമ്മളെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് അത് അവിടെ നിന്ന് ഇല്ലാക്കി എടുത്ത്. ദെൻ മൂന്നാമത്തത് ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. അപ്പം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ഷെയറിൽ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ്, അതുപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുത്തതും വാങ്ങിയതുമായി ഇൻട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങളാണ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, അതായത് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഫസ്റ്റ് ഇയറിൽ 3,50,000, സെക്കൻഡ് ഇയറിൽ 3,70,000 ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് 20,000 വന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിബഞ്ചർ എടുത്തിരുന്നു, പക്ഷെ അത് റിഡീം ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ 60,000 ആണ് നമ്മുടെ മൊത്തത്തിലുള്ള ഡിബഞ്ചർ. അതിൽ 30,000 രൂപ നമ്മൾ റിഡീം ചെയ്തതിന് 30,000 റിഡീം ചെയ്യാനുണ്ട്. എത്ര റിഡംഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് നെഗറ്റീവ് വന്നത്. പിന്നെ ഡിവിഡൻഡ് പേ ചെയ്തു. അപ്പോൾ നമ്മളെ പേയ്മെൻ്റ് എല്ലാം നമ്മൾ പേ ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് ഫിഗറാണ്. ദെൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം ഇൻഫ്ലോസ് എല്ലാം പോസിറ്റീവ് വാല്യൂം, ഔട്ട്ഫ്ലോസ് എല്ലാം നെഗറ്റീവ് ഫിഗറാണ് വരിക. അപ്പോൾ ഇവിടെ തന്നെ നെഗറ്റീവ് ഫിഗർ രണ്ടെണ്ണം വന്നു. 30,000 വന്നു, 17,500 വന്നു. ഒറ്റൊരു പോസിറ്റീവ് ഫിഗർ മാത്രമല്ല 20,000. അപ്പോൾ നമ്മൾ ഇതുപോലെ നെഗറ്റീവ് ഫിഗറാണ് വലുത് വരുന്നത്. 30ഉം 17,500 47,500. 47,500 നിന്ന് പോസിറ്റീവ് 20,000 കുറച്ചാൽ 27,500, നെഗറ്റീവ് 27,500 ഔട്ടർ കോളത്തിൽ വരും. അതാണ് നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി 3 ആക്ടിവിറ്റിയും തമ്മിലുള്ള സമ്മയ, ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇത് 3ഉം തമ്മിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് 6,000 ആണ്. ഈ നെഗറ്റീവ് 6,000 ആയതുകൊണ്ട് തന്നെ ഇവിടെ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്നാണ് പറഞ്ഞത്. അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളവിടെ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്നാണ് പറയാറ്. അപ്പം ഈ നെഗറ്റീവ് അറിയാത്തതിനോട് കൂടിയാണ് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് ദ ബിഗിനിങ് ആഡ് ബാക്ക് ചെയ്യൽ. അപ്പോൾ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കണം, നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് ദ എൻഡിനോട് തുല്യമായിരിക്കണം, സെയിം എമൗണ്ട് ആയിരിക്കണം. അപ്പോൾ നെഗറ്റീവ് അറിയത്തിനോട് കൂടി അവിടെ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2 ഐറ്റം ഉണ്ട്. അതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് ദ ബിഗിനിങ് 42,000 രൂപയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടായ 3,000 രൂപയും. ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ വരുന്നതാണ്
ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് 42,000 രൂപയും അതുപോലെ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് 3,000 രൂപയും. അപ്പോൾ 42 3,000 കൂട്ടിയാൽ 45,000 രൂപ. അപ്പോൾ ഈ നെഗറ്റീവ് 6,000 രൂപയോട് കൂടിയാണ് പോസിറ്റീവ് 45,000 നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വലുതിൽ നിന്ന് ചെറുതോച്ച് വലുതിൻ്റെ സിമ്പിൾ, ഐ മീൻ 45,000 നിന്ന് 6,000 മൈനസ് ചെയ്താൽ 39,000. ഈ 39,000 തന്നെ ആയിരിക്കണം നിങ്ങളെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും അവിടെ 39,000 തന്നെയാണ് തന്നത്. അതായത് 35,000 രൂപ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസും 4,000 രൂപ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റും. ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ 35,000 4,000 കൂട്ടിയാൽ 39 തന്നെയാണ്. ഈ 6,000 നെഗറ്റീവ് 6,000 നിന്ന് പോസിറ്റീവ് 45,000 അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് 39,000. ഇപ്പോൾ ഈ പ്രോബ്ലം ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മൈൻഡിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ആൻസർ പാർട്ടിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഇയർ എൻഡ് എന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേഗം ചാടി ബാലൻസ് ഷീറ്റിൽ നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2 വർഷത്തെ ഫിഗർ ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ഇയറിലെ ഫിഗറും സെക്കൻഡ് ഇയറിലെ ഫിഗറും. ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഫിഗർ സെക്കൻഡ് ഇയറിലെ ഫിഗറും നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് ഇയർ ഫിഗറാണ് കൂടുതലെങ്കിൽ ആ ഡിഫറൻസ് നിങ്ങൾ ഓർഡർ കോളത്തിലെടുക്കുക. ദെൻ അതിനോടുകൂടി ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ദെൻ അതിനോടുകൂടിയാണ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതുപോലെ കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. അവിടെ നിന്നും നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുക, ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് കുറക്കുക. അതാണ് നമ്മളെ ഫസ്റ്റ് ആക്ടിവിറ്റിയായ നെറ്റ് ക്യാഷ് ടോട്ടൽ കിട്ടുന്നത്, ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ടോട്ടൽ കിട്ടുന്നത്. അതിനോടുകൂടി ബാക്കി ഇൻവെസ്റ്റിങ്ങും അതുപോലെ ഫിനാൻസിങ്ങും തമ്മിൽ ആഡ് ബാക്ക് ചെയ്യാം. അപ്പോൾ മൊത്തത്തിലുള്ള ഇത് കിട്ടും. ആ മൊത്തത്തിലുള്ള എമൗണ്ടിനോട് കൂടി നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ബാലൻസ് നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം നമ്മൾ ക്വസ്റ്റ്യനിലെ ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ബാലൻസിന് മാച്ച് ആയിരിക്കണം. അങ്ങനെ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പം ഇത്രയും ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് 3rd മൊഡ്യൂൾ ഇവിടെ അവസാനിച്ചു. ഇനി നമ്മൾ മൊഡ്യൂൾ വൈസ് സിലബസ് വൈസ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോ 4th മൊഡ്യൂളായ മാർജിനൽ കോസ്റ്റിംഗ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓൺലൈനിൽ തന്നെ ഇരിക്കുക, പഠിക്കുക. കോവിഡ് സീസണിൽ വേറെ ഇനിയൊരു ഓഫ്ലൈൻ ക്ലാസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രോബ്ലം പേപ്പർ എടുക്കുമ്പോൾ ചെറിയ ഗുട്ടൻസ് ആ പൊടി കൈകൾ മറക്കാതിരിക്കുക. അപ്പോൾ ഓക്കെ.